ഇവിടുത്തെ സലൂണാണ്ടായി കാണണം. കിടിലൻ സലൂണാണ് ലേഡീസിൻ്റെ. ബായൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നെയിൽ പോളിഷ്. അത്യാവശ്യം പ്രീമിയം ചെറിയ മാറാണ്. ഇതിൽ ചായയും കിട്ടും കൗട്ടയും കിട്ടും. ഇതിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ പൊക്കത്ത് തന്നെയുള്ളത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ വന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ക്യാബ് ഇവിടെ വരും. ബസ് സ്റ്റോപ്പിൽ വരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ പോകണേ. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട. രാത്രിത്തെ ഒരു വൈബാണ് ഇവിടുത്തെ. നല്ല കിടിലൻ കാഴ്ചകളാണ്. നല്ല സൂപ്പർ വ്യൂ ആണ്. ആ ഷിപ്പ് ഉണ്ടാക്കി വെച്ചേക്കണ. ഒരു ഷിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സീരിയസ് സെറ്റ് ലൈറ്റ് വെച്ച്. ഇതും ചെറിയൊരു ഇതാണ്, സൂപ്പർ മാർക്കറ്റാണ്. ഇവിടുത്തെ പാർക്കാണ്. മഞ്ഞ് കൊണ്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട്. കസേരയൊക്കെ എല്ലാം മഞ്ഞ് കൊണ്ട് കിടക്കുന്നതിന് കുട്ടികളുടെ പാർക്കാണ്. ഇത് രാത്രിത്തെ വിഷ്വലാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഓസോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ വണ്ടിയാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലായിടത്തും ഓസോൺ കാണാം. ഇവിടെ വന്നാലും ചെറിയ കടകളാണെങ്കിലും ഓസോൺ. ഇവിടെ വന്നിട്ട് ചായ വാങ്ങിക്കാനാണ്. ഒരു ചായയുടെ റേറ്റ് 210 ചായ മേയ്ക്കണ വീഡിയോ ആണ് ഈ കാണുന്നത്. ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ചായ വീണോണ്ടിരിക്കണ ഒരാളെ കണ്ടിട്ടിരിക്കും. ഞങ്ങള് രണ്ട് കൂട്ടുകാരന്മാർ ചായ പറഞ്ഞിട്ടുണ്ട്. ഇത്രയുള്ള ചായ മേടിച്ചിട്ടുണ്ട്. ചായ റെഡിയായി. ഞാൻ അതിലേക്ക് പഞ്ചസാര ഇടുന്നതാണ്. ഇങ്ങനത്തെ പാക്കറ്റിലായിരിക്കും ഇവിടെ ഷുഗർ വരും. ഇനിയിപ്പോൾ ഇങ്ങനെ ഷുഗർ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കണം. ഇങ്ങനെ സ്പൂണൊന്നുമില്ല ഇവിടെ നമ്മുടെ അടുത്ത് വരെ. ഓരോണ്ട് ഇങ്ങനെ ഇളക്കി കുടിക്കുക. ഓക്കെ. കപ്പ് കേക്കൊക്കെ നമ്മുടെ അടുത്ത് ഒരു നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 150 രൂപയാണ് പാക്കറ്റ്. പക്ഷെ എന്തായാലും നല്ല കൊള്ളാം. ആ റേറ്റ് കൂടുതലാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനനുസരിച്ചുള്ള നല്ല സൂപ്പർ ടേസ്റ്റും നല്ല തിക്നെസ് ആയിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ മറ്റേ ഇതൊക്കെ ഉണ്ട്. മറ്റേ ഇത് ഒരു മധുരത്തിൻ്റെ സാധനമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ചായ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം. ചായ ഒരു രക്ഷയിലൂടെ കിട്ടില്ല. ചായ ഒന്നും പറയാനില്ല. സ്റ്റാർബക്സിൽ നമ്മൾ ചായ പിടിക്കൂലേ, അതുപോലത്തെ ചായ സൂപ്പർ. അപ്പോൾ നമ്മള് പുഷ്കിനോ വന്നിട്ട് നമ്മള് സൂപ്പർ മാർക്കറ്റിൽ കയറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. കമ്പനിക്കാരന്മാരൊക്കെ ഉണ്ട്. നമ്മളെ ക്യാബ് ഇപ്പോൾ വരും. വേറെ കമ്പനിയിലെ പിള്ളേരെ മാർക്കറ്റിൽ പോയിട്ടല്ലോ. അപ്പോൾ അവരായിട്ട് തിരിച്ചു വരാൻ നേരത്താണ് വേറെ പിള്ളേരായിട്ട് വണ്ടി പോയിട്ടുണ്ടാകാണ്. അപ്പോൾ അവരായിട്ട് തിരിച്ച് റിട്ടേൺ പോകുമ്പോഴാണ് നമ്മളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞേക്കുന്നത്. റിട്ടേൺ പോകുമ്പോൾ നമ്മളാ ക്യാബിൽ കയറ്റി കൊണ്ടുപോകും.